എന്നെ കെട്ടിപ്പിടിച്ചു. ഓഹോ, മുട്ട മറ്റേന്റെ ആളെ. അയ്യോ അല്ല, പറയാം. जो इसे छोड़ो, पेंटिंग लेने चलते हैं। പോലീസ് ചക്കരെന്ന് വിളിച്ചാൽ ഉദ്ദേശം നടക്കില്ല. പണ്ടല്ലേ നാട്ടിനടുത്തിന് ഇങ്ങനെ ഓടിച്ചതാ ഈ ഉദ്ദേശം വെച്ചോണ്ട്. അവന് വരെ നടന്നിട്ടില്ല. പിന്നെ നിങ്ങൾ നിങ്ങൾക്കെന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ജോ എവിടെ? ജോയ്ക്ക് കഞ്ചാവ് മൊയ്തീന്റെ പുറകെ ഓടി. മാഡം എന്താ പ്രശ്നമുണ്ട്, വാ പറയാം, വാ. മനസ്സിലായി? എടാ മൊട്ടെ, 30 കൊല്ലമായി ഈ മൊയ്തീൻ ബെഞ്ചാപ്പുര വന്നിട്ട്. കഞ്ചാവ് വിറ്റേ മൊയ്തീൻ ജീവിച്ചിട്ടുള്ളൂ, മാനം വിറ്റ് മൊയ്തീൻ ജീവിച്ചിട്ടില്ല. ഇനിയോട്ട് ജീവിക്കാൻ പോണൂല്ല. കഷ്ടത്തിലയാ. ആദ്യത്തെ തോണ്ടലിൽ തന്നെ നിന്റെ മനസ്സിൽ എനിക്ക് മനസ്സിലായടാ. നിനക്കൊക്കെ അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ ഞാൻ വേറെ സെറ്റപ്പ് ഉണ്ടാക്കി തരാം. കുളി നിലയില്ല നടക്കണ എന്നെ പിടിച്ചിട്ട് നിങ്ങൾക്ക് എന്നാ കാര്യം? മലയാളികളുടെ പേരുകളെ അമ്മയിട്ട് ഇറങ്ങി തിരിച്ചേക്കോല്ല. തക്ക സമയത്ത് കാര്യം മനസ്സിലാക്കിക്കൊണ്ടിരുന്ന മാനം എനിക്ക് രക്ഷിക്കാൻ പറ്റി. ഒരിക്കലും താങ്ക് യു. ഞങ്ങൾ വരും, ഒരു സമ്മാനമാണ്. മൊയ്തീൻ, താങ്ക്സ്. ഈ പുഴുത്ത കമ്പിളിക്ക് വേണ്ടിട്ടാ എന്റെ കൈ കിട്ടിയ കിട്ടി. ഇങ്ങോട്ട് മാറി നിൽക്കാം. നമ്മളെ കണ്ട അവന്മാര് വീണ്ടും മുങ്ങും. ശരിയാ. എന്തൊക്കെ സംഭവിച്ചാൽ ദേവു അല്ലേടാ പോയത്? ദേവു അയ്യോ സോറി, താങ്ക് യു. എന്റെ ഭാര്യ അവൻ കൊല്ലും ഞാൻ എന്നവന് എന്റെ മണ്ട അടിച്ചു പൊട്ടിക്കാം. ആരുടെ തലേ തേങ്ങ വീണു? ആള് മാറിപ്പോയി. ഇതാരുടെ? എനിക്കറിഞ്ഞൂടാ. ആരായാലും ചത്തന്നാ തോന്നുന്നു. ഹോട്ടലിനകത്ത് ഇവിടെ തേങ്ങ വിടാൻ ദേടാ തലയില്ലാത്തൊരാള്. ശരിയാടാ, തല കാണാനില്ല. ഇനി പൂച്ചയെങ്ങാനും കടിച്ചെടുത്തോണ്ട് പോയി കാണും. ശരിയാ, ഷാമിലെ പൂച്ചയായിരിക്കും. ആ തല ഉണ്ടടാ, ശ്വാസം നോക്കട്ടെ. ഉണ്ട്. ഏതോ വലിയ ആളാ. അത് നിനക്കെങ്ങനെ അറിയാം? നീളം കണ്ടാൽ അറിയില്ല വലുതാന്ന്. ഇവിടെ ഇപ്പൊ സോറി പറഞ്ഞിട്ട് പോയ ആളല്ലേ? ചിലപ്പോ ഫിറ്റ്സിന്റെ അസുഖം ആയിരിക്കും. അതാണ് ഇരുമ്പ് തോക്കും കൊണ്ട് നടക്കുന്നത്. നീ ആ തോക്കെടുത്ത് കൈ കൊടുത്തേ.
എന്നിട്ട് പിടി, നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. പിടിച്ചോ, സൂക്ഷിച്ച്. നീ ഇതെന്താ കാണിക്കുന്ന? തിരിഞ്ഞു നിന്ന് പിടിക്കടാ. എങ്ങനെ? ഇങ്ങനെ. ഛെ, നീ ഇതെന്താ ബെഡ്ഷീറ്റ് പിഴിഞ്ഞ് ഉണക്ക ഇടുന്ന പോലെ? മനുഷ്യനല്ലേ? ഇങ്ങോട്ട് ഇത് ഞാൻ എടുത്തോളാം. ഒന്ന് പൊക്കിക്കേ. മുടിഞ്ഞ വെയിറ്റ്. ഇവ എന്തോന്ന് വാർക്ക കമ്പിയാ തിന്നുന്നത്. നീ അവിടെ നിൽക്കാതെ ഇങ്ങോട്ട് വാടാ. ഓർമ്മ വീണ ഇടിച്ചട ഒന്ന് തടവടാ. പാവം മുഴയ്ക്കുമെന്തോ. അല്ല പെരിച്ചാടി അവന്റെ തല തടവി കൊടുക്കാൻ കൊണ്ടുപോ. ഭാഗ്യം ജീവനുണ്ട്. വേഗം കൊണ്ടുപോയാൽ മോർച്ചറി അടയ്ക്കുന്നതിന് മുമ്പ് അവിടെ കിടത്താം. അതെ, ഇത് തന്നെയാണ് കംപ്ലൈന്റ് ഉറപ്പാണ്. ഇതാക്കെടുത്ത് പളക്കല്ലേ. ശശി, ബാബു, ഷിബു, ദിവാകര, സുനിക്കുട്ട, രവി. നീ ആരെയുടെ ഈ കിടന്ന് വിളിക്കുന്നത്? ഇവനെ തന്നെ. ഇതിലേതെങ്കിലും ഒരു പേരാണ് ഇവന്റെ. ഇവൻ വിളിയേക്കും. അപ്പൊ ആശുപത്രി പേരെഴുതി കൊടുക്കാൻ എളുപ്പമായല്ലോ. എടാ നിങ്ങളിത് എവിടെ പോയി കിടക്കായിരുന്നു? ആ മീര മാമിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതെന്തോന്നു? എടാ ഇതൊരു പാവം മനുഷ്യൻ ഫിക്സ് വന്ന് തറയെ കിടക്കുകയായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. താമസിച്ചു കഴിഞ്ഞാൽ കുഴപ്പമാവൂടാ. ജീവൻ തന്നെ അപകടത്തിലാവും. അതുപോട്ടെ മൊയ്തീനെ കിട്ടിയോ? കമ്പിളി കിട്ടിയിട്ടേ. കണ്ണ് തുറന്നു നോക്കുമോനെ. കമ്പിളി കിട്ടിയോ? ശരിക്കും സാറിന്റെ പേരെന്താ? നമ്മളെ രക്ഷപ്പെടുത്തിയത് സാറേ. സാറേ, സാർ, അയ്യോ സാറിന് ഇനി ഹോസ്പിറ്റലിൽ പോകണ്ട. ബോധം കെടുത്ത് നോക്കി മണ്ടയ്ക്ക്. എന്തോന്ന് പേരുടെ? എടാ നിനക്ക് കോടികൾ കിട്ടിയപ്പോ നിന്റെ കണ്ണും മഞ്ഞളിച്ചു പോയല്ലേ? നിന്റെ അടുത്തുനിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ലടാ. മനസാക്ഷി വേണോടാ, മനസാക്ഷി വേണം. ചുവന്നോട്ട് വന്നേക്കണ്. എടാ ഇവനാണ് ലാമയെ കൊന്നത്. ഇവനാ? വലിച്ചെറിയടാ അവനെ. പിടിച്ചോ. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് ചവിട്ടി വണ്ടി കെട്ടടാ. മൈ ഫ്രണ്ട് ഡ്രങ്ക് അടിച്ച് ബോധം പോയി. ഒരു കുരിശ് കിട്ടിയിരുന്നെങ്കിൽ ഇവനങ്ങ് തറയ്ക്കായിരുന്നു. ആ ഡിക്കി ഒന്ന് തുറ. ഡിക്കിക്കകത്ത് വെച്ച് അവൻ രക്ഷപ്പെടുമെന്ന്. കാറിനകത്ത് 4 മടക്കി അങ്ങ് വെക്കാം. ഡോറ് തുറന്നാലല്ലേ അവൻ രക്ഷപ്പെടും. തള്ളി കയറ്റടാ. ജീവിതത്തിൽ ഇങ്ങനെ പണിയെടുത്തു. കിണക്കണണ്ടില്ലേ? ഇതാണ് 300 കോടിയുടെ പെയിന്റിങ്. നീ എന്താ ആൾക്കാരെ കളിയാക്കും? നീ സമാധാനപ്പെട്. ഞാൻ നോക്കട്ടെ. ജോ, ഇവിടെ വെച്ചെന്നെ നോക്കണം. ആൾക്കാരൊക്കെ ശ്രദ്ധിക്കില്ലേ? ആദ്യം നമ്മൾ ഉദ്ദേശിച്ച സാധനം ഇത് തന്നെയാണെന്ന് അറിയണ്ടേ. വെറുതെ ഈ വിഴുപ്പ് ചുമക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി ഇതിനകത്ത് ഇല്ലെങ്കിൽ അങ്ങ് പോലീസിന് പിടികൊടുത്ത കാര്യം എളുപ്പമായില്ലേ? ഇത് കാണുമോ അതൊക്കെ? അയ്യോ ഉണ്ടാവില്ലേ? നീ അവിടെ അങ്ങനെ സ്റ്റിച്ചോ മറ്റോ ഉണ്ടോ നോക്കി. ആ അതെ, ഇവിടെ ഉണ്ട്. മൊത്തം സ്റ്റിച്ച് തന്നെ. ഇതൊക്കെ ഒരു വലിയ കളിയുടെ ഭാഗമായി കണ്ടാൽ മതി. ഒരു മാസ്റ്റർ പ്ലാൻ. ഈ പ്രപഞ്ചം നിന്നെ കൊണ്ട് കളിപ്പിക്കുന്ന ഒരു കളി.